ഇതിലെ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ബഹുമാനപ്പെട്ട MLA അൻവർ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായി പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തവും കർശനവുമായിട്ടുള്ള തീരുമാനമെടുത്തു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. മാത്രവുമല്ല, നിലവിലെ DGP ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കും എന്നും ഒരു മാസത്തിൻ്റെ ഉള്ളിൽ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കിട്ടണമെന്ന് സ്റ്റേറ്റ് പോലീസ് ചീഫ് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ സാധാരണ നിലയിൽ ഇങ്ങനെയുള്ള ഒരു ആക്ഷേപം വരുമ്പോൾ ഒരു ഗവൺമെൻറ്റിന് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും മാതൃകാപരമായിട്ടുള്ള സമീപനമാണിത്. കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് അഭിമാനമാണ്. കേരളത്തിലെ കുറ്റാന്വേഷണ മികവിലും ക്രമസമാധാന പാലന രംഗത്തും യഥാർത്ഥത്തിൽ ലോകത്തിലെ മുൻനിര പോലീസ് സേനകളോടാണ് കേരളത്തിലെ പോലീസ് ഇപ്പം മത്സരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ അതായിരുന്നില്ല സ്ഥിതി, കുത്തഴിഞ്ഞ സ്ഥിതിയായിരുന്നു. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഹൈദരാബാദിലെ ഒരു വ്യവസായ എസ്റ്റേറ്റിൽ കാലങ്ങളായി പ്രവർത്തിക്കുന്ന MDMA മയക്കുമരുന്ന് നിർമ്മാണ ഫാക്ടറി കണ്ടെത്തിയത് കേരള പോലീസാണ്. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയുടെ തലസ്ഥാനത്ത് വ്യവസായ എസ്റ്റേറ്റിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ മൂക്കിന് താഴെ എല്ലാ സജ്ജീകരണങ്ങളുമുള്ള മയക്കുമരുന്ന് നിർമ്മാണ ഫാക്ടറി കേരള പോലീസ് കണ്ടെത്തുന്നതുവരെ തെലങ്കാന രഹസ്യാന്വേഷണ വിഭാഗമോ അവിടുത്തെ പോലീസോ അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം. പോലീസ് രംഗത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസിന് വിധേയമായി പ്രവർത്തിക്കുന്ന കുറേ IAS IPS വിഭാഗങ്ങളെ ബോധപൂർവം കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവന്നിരുന്നു. കരുണാകരൻ്റെ കാലഘട്ടത്തിലാണ് 1990 ശേഷം അതിശക്തമായിട്ടുള്ള ഈ പോലീസിലുള്ള ഇടപെടൽ ഏറ്റവും വികൃതമായ രൂപത്തിൽ നമ്മൾ കണ്ടത് ആ കാലഘട്ടത്തിൽ. അത് പ്രത്യേകിച്ച് 91-96 കാലഘട്ടത്തിൽ കരുണാകരൻ കിരീടം വെക്കാത്ത രാജാവായി വിലസിയ കാലത്താണ് അദ്ദേഹത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസ് തലപ്പത്തുള്ള പ്രമുഖർ നടത്തിയിട്ടുള്ള ചക്കളത്തി പോരാട്ടം നമ്മൾ ആരും മറന്നിട്ടില്ല. 91-96 ഭരണകാലത്ത് വളരെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളും ആഭ്യന്തര കുഴപ്പങ്ങളും നടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു DGPയുടെ പേരിലുള്ള വിജിലൻസ് റിപ്പോർട്ട് മറ്റൊരു DGP ചോർത്തി എന്നതിൻ്റെ പേരിൽ വലിയ കോലാഹലവും വലിയ രൂപത്തിലുമുള്ള പത്രവാർത്തകളും അന്ന് നടന്നതാണ്. DGP ജയറാം പടിക്കലിൻ്റെ പേരിലുള്ള വിജിലൻസ് റിപ്പോർട്ട് DGP മധുസൂദനൻ ചോർത്തി എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ആരോപണം. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ട് എണീറ്റ് നിന്ന് സല്യൂട്ട് ലഭിക്കാതെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വരുമ്പോൾ DGP കാലിൻ്റെ മുകളിൽ കാല് വെച്ച് അവിടെ തന്നെ ഇരുന്ന സംഭവം നമ്മളാരും മറന്നുപോയിട്ടുണ്ടാവില്ലല്ലോ. കഴിഞ്ഞ UDF ഭരണകാലത്ത് ഒരു IG ആയിരുന്ന TK ജോസ് പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടത് നമ്മളാരും മറന്നിട്ടില്ല. സോളാർ കേസിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ രഹസ്യ നിലപാടെടുക്കുന്ന സംഭവം അങ്ങാടിപ്പോട്ടായിരുന്നു. സരിതയുടെ കോൾ വിശദാംശങ്ങൾ ഒരു IG
വഴി പുറത്തു വിട്ടത് നിങ്ങളൊക്കെ ഓർക്കും. അതിൻ്റെ തിരിച്ചടി എന്നോണം IG-ക്കെതിരെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് അന്നത്തെ ഇൻ്റലിജൻസ് മേധാവി TP സെൻകുമാറിനെതിരെ അന്വേഷണം നടത്തിയതും ആരും അറിഞ്ഞിട്ടില്ല. അപ്പം ഈ രൂപത്തിലുള്ള ഏറ്റവും വൃത്തികെട്ട സംഭവങ്ങൾ ഒരു കാലഘട്ടത്തിൽ പോലീസിൽ നടന്നിരുന്നു. ആ പോലീസിനെ ആണിപ്പം VD സതീശൻ സ്കോട്ട്ലൻഡ് യാർഡിന് തുല്യമായ പോലീസ് ഭരണം ഞങ്ങളുടെ കാലഘട്ടത്തിലായിരുന്നു എന്ന് പറയുന്നത്. പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് 38 വർഷത്തിൻ്റെ ഇടയിൽ 31 അവാർഡുകൾ കേരളത്തിൻ്റെ പോലീസ് വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല കേരള പോലീസിലെ തിളങ്ങുന്ന സ്പോർട്സ് താരങ്ങൾ അന്തർദേശീയ തലത്തിലുള്ള സ്പോർട്സ് മത്സരങ്ങളിലടക്കം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മെഡലുകളും അവർ വാങ്ങി. 2017 പോലീസ് എക്സലൻസ് അവാർഡ് ജനമൈത്രി പോലീസിന് ലഭിച്ചു. 2018 ഏറ്റവും നല്ല 10 പോലീസ് സ്റ്റേഷനുകൾ ഇന്ത്യ രാജ്യത്തുള്ളതിൽ അതിലൊന്ന് വളപട്ടണം പോലീസാണ്. സ്റ്റുഡൻറ് പോലീസ്, അതുപോലെ തന്നെ ഹോപ്പ് പദ്ധതി, പിങ്ക് പോലീസ് പെട്രോൾ, ഇതിനൊക്കെ തന്നെ സ്കോച്ച് അവാർഡ്. അഴിമതിയില്ലാത്ത പോലീസ്, താരതമ്യേന അഴിമതി കുറഞ്ഞ ഇന്ത്യ രാജ്യത്തിലെ ഏക പോലീസ് കേരളത്തിലാണ്. 2021 ഇന്ത്യ പോലീസ് ഫൗണ്ടേഷൻ നടത്തിയിട്ടുള്ള സർവേയിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. വിവിധ പ്രതിരോധ പ്രവർത്തനത്തിന്, അതാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ ആ കോവിഡിനെ പ്രതിരോധിക്കുന്നതിനും ജനങ്ങളെ രക്ഷിക്കുന്നതിനും ആശങ്കയിൽ നിന്ന്, ഭയത്തിൽ നിന്ന് ജനതയെ മോചിപ്പിക്കുന്നതിനും കേരളത്തിലെ പോലീസ് കാട്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനത്തിന് രാജ്യത്തെ ഏറ്റവും നല്ല പോലീസ് സംവിധാനം എന്ന നിലയിൽ അവാർഡുകൾ ലഭിച്ചു. ഈ രൂപത്തിൽ 31 അവാർഡുകൾ കേരളത്തിലെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ചില സംഭവങ്ങൾ, ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ, അതിനോട് കേരളത്തിലെ ഗവൺമെൻറ്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എടുക്കുന്ന സമീപനം എന്താണ് എന്നുള്ളത് കേരളത്തിൻ്റെ പൊതു മനസാക്ഷി, പൊതുവികാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും കേരള ഗവൺമെൻറ്റിനും അനുകൂലമാണ്. ആരോപണത്തിന് വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെ നിർത്തിക്കൊണ്ട് തന്നെയാണ് 1 മാസത്തിൻ്റെ ഉള്ളിൽ റിപ്പോർട്ട് തരണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഭാഗം. ഇതേപോലെ തന്നെയാണ് സിനിമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഒരു പരാതി കിട്ടിയാൽ FIR ഇട്ട് അന്വേഷിക്കുന്നതായിരിക്കും. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ 10-17ഓളം കേസുകൾ വന്നു. ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. 7 ഉയർന്ന പോലീസ് IPS ഉദ്യോഗസ്ഥർ, അത് 4 വനിതകളാണ്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച മുകേഷിൻ്റെ പേരിൽ FIR ഇട്ടിട്ടുണ്ട്, ഒരു പരാതിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രസിഡന്റ് കേരളത്തിലില്ല എന്നുള്ളത് കൊണ്ടാണ് നിയമപരമായി രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലെടുത്തത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ജനപ്രതിനിധി ഒരു FIR പ്രതിയായാൽ, കുറ്റാരോപിതനായാൽ രാജിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയിലാണ് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം സിമി റോസ് ബെൽ വെളിപ്പെടുത്തിയത്. സിമി റോസ് ബെൽ വെളിപ്പെടുത്തിയ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, പ്രീതിപ്പെടുത്താൻ കഴിയാത്തതിനാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഗുഡ് ബുക്കിൽ വരാൻ സാധിച്ചില്ല. രണ്ടാമത്, സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റും AICC മെമ്പറും മുൻ PSC മെമ്പറും നിയമസഭയിലേക്ക് മത്സരിക്കുകയും ചെയ്ത ഒരു വനിതാ നേതാവ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം
എന്തേ അതിന് വേണ്ടപ്പെട്ട രൂപത്തിലുള്ള പ്രാധാന്യം കിട്ടാതായി പോയത്? യഥാർത്ഥത്തിൽ ശക്തമായിട്ടുള്ള നിലപാടിൻ്റെ അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എടുക്കണം. എൻ്റെ പേരിൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പേരിൽ FIR ഇട്ട് ധൈര്യമുണ്ടോ ഗവൺമെൻറ്റിന് അന്വേഷിക്കാൻ ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ? അപ്പോഴും ഞങ്ങൾ പറയും പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കേണ്ടതില്ല, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ രാജിവെക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ പറയും. പക്ഷേ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവന്ന വാദത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയണമെങ്കിൽ അദ്ദേഹത്തിനെതിരായി പറഞ്ഞ ഈ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു FIR ഇട്ട് എനിക്ക് നേരെ അന്വേഷിക്കണം എന്ന് പറയാൻ തയ്യാറുണ്ടോ? ഏതെല്ലാം രൂപത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ സുനിത വിജയൻ, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത്, ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ആ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന വനിതകൾക്ക് ശക്തമായിട്ടുള്ള സുരക്ഷാ ബോധം ഏർപ്പെടുത്തുന്നതിനും കേരളത്തിലെ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്നു. അപ്പോഴാണ് ധൈര്യം വന്നത് സ്ത്രീകൾക്ക് തുറന്നു പറയാനുള്ള ധൈര്യം. അപ്പം അത് സിനിമാ രംഗത്ത് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും അതുണ്ട് എന്നുള്ളത് വന്നു കഴിഞ്ഞു. അതിലേറ്റവും വലിയ ഒരാരോപണം ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് സിമി റോസ് ബെല്ലാണ്. അതിന് മറുപടി പറയാതിരിക്കുക എന്നുള്ളത് ഭൂഷണമല്ല. മാത്രമല്ല പരാതി പറഞ്ഞ ആൾക്കെതിരായിട്ടുള്ള പരാതിയുടെ മുകളിലാണ് കോൺഗ്രസ് ഇപ്പോൾ അന്വേഷണം നടത്താൻ പോകുന്നത്. അപ്പോൾ എത്ര പരിഹാസ്യമാണ് കേരളത്തിലെ കോൺഗ്രസ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എടുത്ത മാതൃകാപരമായ സമീപനത്തെ കേരളത്തിൻ്റെ പൊതുസമൂഹം പൊതുവിൽ നല്ല രൂപത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. ഓക്കെ, സർക്കാർ കഴിഞ്ഞ 7 വർഷമായിട്ട് തുടരുകയാണ്. രണ്ടാമത്തെ ടൈമാണ് ഈ പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയുള്ള ആരോപണം MLA ഉന്നയിച്ചതോടെ ഇതിനു മുമ്പ് തന്നെ പല ആരോപണങ്ങളും വന്നിരുന്നു. സർക്കാരിന്റെ ഇന്ത്യൻ സംവിധാനം അത്രയും പരാജയമാണ്. ഇത്തരം കാര്യങ്ങൾ നേരത്തെ സർക്കാരിന് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞു. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ അന്വേഷിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഒരു പുതിയ വെളിപ്പെടുത്തലാണ്, ഇത് ഗൗരവമുള്ള വെളിപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് DGPയെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. DGP 1 മാസത്തിൻ്റെ ഉള്ളിൽ റിപ്പോർട്ട് കൊടുക്കും. അപ്പോൾ ആരാണോ ഉപ്പ് തിന്നത് അവൻ വെള്ളം കുടിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ആരായാലും ഏത് പ്രമാണിയായാലും ഇത് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 5 പേരാണ്. DGP ഉൾപ്പെടെ ADGP ഇപ്പോൾ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന്റെ താഴേക്കുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ ഈ അന്വേഷണ കമ്മിറ്റിയിൽ വെച്ചിരിക്കുന്നത്. ഇത് ആരെ സംരക്ഷിക്കാനാണ് എന്നുള്ള ചോദ്യമാണ്. അല്ല, അത് നയിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് പ്രശ്നം. കമ്മിറ്റിൻ്റെ അതിപ്പോൾ ഒരു കമ്മിറ്റിയെ വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റബിൾ ആയിരിക്കില്ല അന്വേഷിക്കുക, ചിലത് SI ആയിരിക്കും. അതിൽ അന്വേഷണ കമ്മീഷൻ്റെ ഉള്ളിൽ ഘടനയിൽ വരുന്ന ആൾക്കാരുടെ പ്രശ്നമല്ല, അത് നയിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് പ്രശ്നം. അത് DGPക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല ആരെയും ചോദ്യം ചെയ്യാം. അല്ല, അതല്ല അന്വേഷിക്കും. അതൊക്കെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും. നിങ്ങൾ അതിനെ പറ്റിയിട്ട് വേറെ അല്ല, അതിന് മുമ്പ് ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. മുമ്പ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂരിൻ്റെ കാലഘട്ടത്തിലായിരുന്നല്ലോ സോളാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫോൺ സന്ദേശം പുറത്തു പോയത്. ഒരു നടപടി ഉണ്ടായിട്ടില്ല. അല്ല, ബഹുമാനപ്പെട്ട MLA അൻവർ ഉയർത്തിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും കർശനമായ പരിശോധനയ്ക്ക് വിധേയമാകും. ഞാൻ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് അന്വേഷിക്കുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾ ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ വിളിച്ച് ചോദിച്ചതിൻ്റെ ഭാഗമായി ഞാൻ നിങ്ങളെടുക്കുന്ന എന്തോ വിളിച്ചു കൊടുക്കുന്നു എന്നുള്ളൊരു
ഒരു സ്ഥിതി വേണ്ടാന്നുള്ളത് കൊണ്ടാണ് കാണാൻ. പാർട്ടി തലത്തിലുള്ള അന്വേഷണമാണോ ഉണ്ടാവുക അതോ പോലീസ് തന്നെ? അല്ലെങ്കിൽ പോലീസാണല്ലോ ഇപ്പം അന്വേഷിക്കുന്നത്, പോലീസല്ലേ ഇപ്പം അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യവും പോലീസാണ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ, ആരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാലും രക്ഷപ്പെടാൻ സാധിക്കില്ല. അത് അയാളോട് ചോദിക്കേണ്ട കാര്യം. പാർട്ടിക്കാണ് അതിനുണ്ടോ ഇല്ലോ എന്നുള്ള അയാളോട് ചോദിക്കണം, എനിക്കറിയില്ല. അത് അയാളോട് ചോദിക്കുക, നിങ്ങൾ പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എല്ലാ പാർട്ടിക്ക് അദ്ദേഹം ഒന്നാമത് അദ്ദേഹം ഒരു സ്വതന്ത്ര MLA ആണ്. അയാൾ പാർട്ടി മെമ്പറൊന്നുമല്ല. അദ്ദേഹം കുറേ കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, ഞെട്ടിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇപ്പം വന്നിട്ടുള്ളത്. അല്ല, അതിൻ്റെ അകത്ത് ഒരു നാണക്കേടുമില്ല, അതിലൊരു നാണക്കേടുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെയും മുഖ്യമന്ത്രിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അതുകൊണ്ട് എന്താ മൂടി വെക്കണോ കണ്ട്? അല്ല, അയാളൊരു സ്വതന്ത്രനായിട്ടുള്ള ജനപ്രതിനിധിയാണ്. എല്ലാവർക്കും അറിയാലോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്താണ് എന്നുള്ളത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വതന്ത്ര നിലപാടുണ്ട്. അതിനൊന്നും ഞങ്ങൾ കടിഞ്ഞാണ്ടിടാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. അത് ശരിയല്ല. മുഖ്യമന്ത്രിയെ ഒരു രൂപത്തിലും അദ്ദേഹത്തിന് അവിശ്വാസം ഇല്ലല്ലോ. അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളതാണ് വാർത്ത കണ്ടത്. എന്താണെന്നുള്ള എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തിലാണ് മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും കാണുന്നത്. അതുകൊണ്ടാണ് കോട്ടയത്ത് വെച്ച പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ തന്നെ ഈ രൂപത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി, അതും കേരള പോലീസിൻ്റെ തലപ്പത്തുള്ള ചീഫ് അന്വേഷിക്കുന്നത്. ഓക്കെ, അതൊന്നും ജമ്മത്തിൽ സംസാരിക്കില്ല. അവർ രണ്ടുപേരും, ജലീലും സംസാരിക്കില്ല, കാരാട്ടും സംസാരിക്കില്ല പാർട്ടിക്കെതിരായിട്ട്. ഇതുവരെ സംസാരിച്ചിട്ടുമില്ല. അല്ലല്ല, ജലീൽ പറഞ്ഞല്ലോ ഞാൻ മരണം വരെ ഇടതുപക്ഷക്കാരനായിരിക്കും. അതൊക്കെ വല്ല സ്വതന്ത്രരായിട്ടുള്ള ആൾക്കാരല്ലെന്ന് അവർക്ക് നടത്തുന്നതിന് എന്താണ് ഒരു തടസ്സം? അയാൾ പാർട്ടി മെമ്പർമാരോ അല്ലെങ്കിൽ പാർട്ടീൻ്റെ ഏതെങ്കിലും സ്ഥാനത്തുള്ള ആൾക്കാരല്ലല്ലോ. അവർക്കൊക്കെ അല്ലേ പാർട്ടി ഘടകത്തോടും മറ്റേതൊക്കെ ചോദിക്കേണ്ടതുള്ളൂ. സ്വതന്ത്രമായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിന് എന്താ തടസ്സം? ഇതിൻ്റെ ഞാൻ കണ്ടിട്ടില്ല. പാർട്ടിക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള പ്രതിഷേധം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പരാതിയെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്നേ വരെ ചർച്ച ചെയ്തിട്ടില്ല. മാത്രവുമല്ല, അത് നല്ല വിശ്വാസത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും എടുക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഒരു സമ്മേളനത്തിൽ വെച്ച് തന്നെ അപ്പുറം ഇപ്പുറം നോക്കാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. അത് നല്ല വിശ്വാസത്തിൽ എടുക്കണ്ടില്ല, ധീരമായിട്ടുള്ളൊരു നടപടിയല്ലേ. ഇദ്ദേഹത്തിൻ്റെ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. അതിലെന്താണോ പറയുന്നത് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. അത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. ഉന്നതനായ ഉദ്യോഗസ്ഥനാണോ ADGP? അപ്പൊ അദ്ദേഹം സ്ഥാനത്ത് നിന്ന് മാറാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രമസമാധാനത്തിന്റെ ചുമതല ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ സ്വാധീന ആൾക്കാർ എല്ലാം കൂടി ഒരു 30 ദിവസമല്ലേ കാത്തിരിക്കേണ്ടതുള്ളൂ. ആകെ ഒരു 30 ദിവസമല്ലേ കാത്തിരിക്കേണ്ടതുള്ളൂ. ഓക്കെ, എന്താ സംഭവിക്കാന്ന് എനിക്കും പറയാൻ പറ്റില്ല, നിങ്ങൾക്കും പറയാൻ പറ്റില്ല. എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്? വയനാട്ടിലുള്ള നിങ്ങൾ സംഭവങ്ങൾ പ്രതീക്ഷിച്ചതാണ്. ക്രമസമാധാനത്തിന് ഒരു പ്രശ്നവുമില്ല. ഇന്ത്യ രാജ്യത്തിലെ മാതൃകാപരമായ പ്രവർത്തനമായിരിക്കും പോലീസ് കാട്ടുക. മാത്രവുമല്ല, ഏതെങ്കിലും രൂപത്തിലുള്ള വഴിവിട്ട മാർഗത്തിലേക്ക് പോയാൽ അവർ
ഡയർ കോൺസിക്വൻസസ്, ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് കൂടി ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആര് അല്ല, അങ്ങനെ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കും. പ്രതിപക്ഷ നേതാവ് അതല്ല, സർക്കാരിൻ്റെ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുക. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ധൈര്യത്തോടു കൂടി പറയുന്നു, നട്ടലോടു കൂടി പറയുന്നു, എനിക്ക് ആരെയും ഭയക്കേണ്ടതില്ല, അന്വേഷിക്കണം എന്ന് പറയാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തയ്യാറാണോ എന്ന് ചോദിക്കുക.